ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു ഹൗസ് ബോട്ടിംഗ് ആണ്. ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട്. ഇതിൻ്റെ പേര് സൺബേർഡ്സ് എന്നാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ പോകുന്ന ദിവസം അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് യാത്രയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ എൻ്റെ ഫസ്റ്റ് ഹൗസ് ബോട്ട് യാത്രയാണിത്. കഴിഞ്ഞ ലീവിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഹൗസ് ബോട്ടിങ് പോകണമെന്നൊക്കെ, പക്ഷേ നടന്നില്ല. ഇപ്രാവശ്യം എന്തായാലും അൽഹംദുലില്ലാ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഒരു ഹൗസ് ബോട്ടിങ് യാത്ര പോകാൻ പറ്റി. ഞങ്ങളൊരു ഡേ മാത്രമായതുകൊണ്ട് 1 ബെഡ്റൂമുള്ളൊരു ബോട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡേയിലുള്ള അവരുടെ സർവീസ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ വന്ന ഉടനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു. മഴ ചെറിയ തോതിലേ ഉണ്ടായിരുന്നുള്ളെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റുണ്ടായപ്പോൾ കുറേ സമയം ബോട്ട് നിർത്തിയിട്ടായിരുന്നു. ഹൗസ് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷനും കഴിഞ്ഞ് ഒമാനിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഒത്തുള്ള നല്ലൊരു യാത്രയായിരുന്നു ഇത്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് 5 മണി ആയതുപോലെ തോന്നുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ബോട്ട് ഇവിടെ നിർത്തിയിട്ടേക്കാണ്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബോട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിനകത്തുള്ള കിച്ചൻ്റെ വ്യൂ ആണത്. നമ്മൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്നാലും കിച്ചണൊക്കെ നല്ല നീറ്റായിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. കരിമീൻ ഫ്രൈ ഉണ്ട്, സാമ്പാർ, ചിക്കൻ കറി, അവിയൽ, പുളിശ്ശേരി, തോരൻ, എല്ലാം, പപ്പടം, ഒരുപാട് ഐറ്റംസുകളുണ്ട്. എല്ലാം വളരെ നല്ല ഫുഡായിരുന്നു. നമുക്ക് ഫുഡ് ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. അതുപോലെ ഈ പുള്ളിയും. ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് ഈ സൺബേർഡ് എന്ന് പറയുന്ന ഈ ബോട്ടിലെ ഓൾ ഇൻ ഓൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്, പക്ഷേ നമുക്ക് ഉടനെ തന്നെ ബോട്ട് എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ബോട്ട് കുറച്ചധികം സമയം അവിടെ നിർത്തിയിട്ടതിന് ശേഷമാണ് ബോട്ട് എടുത്തത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ടിംഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും അടുത്ത നല്ല നല്ല വീഡിയോസായി വരുന്നത് വരേക്കും ബൈ.